സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയം ദശകം 3 ഇന്ന് ആരംഭിക്കുന്നു. മൂന്നാമത്തെ ദശകത്തിൽ 1-2 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യണത്. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂനഹം ധന്യാൻ മന്യേ സമതിഗത സർവാഭിലഷിതാൻ. മേൽപ്പത്തൂര് കഴിഞ്ഞ 2ാമത്തെ ദശകത്തിൽ അവസാനത്തിൽ ഭഗവാനിൽ ഗുരുവായൂരപ്പനിൽ അടിയുറച്ച ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ ഉപസംഹരിക്കുന്നത്. പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ആ നിർഗുണമായ ഭക്തി, പ്രേമഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് 2ാമത്തെ ദശകം ഉപസംഹരിക്കുന്നത്. 3ാമത്തെ ദശകത്തിൽ ആരംഭത്തിൽ ഭക്തന്മാരുടെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത്. എല്ലാ അഭീഷ്ടങ്ങളും നൽകുന്ന ഗുരുവായൂരപ്പ, അവിടുത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാ അഭീഷ്ടങ്ങളും അവിടുന്ന് നൽകി അനുഗ്രഹിക്കണു. ഇത് മേൽപ്പത്തൂർ പറയണു, ഗുരുവായൂരപ്പനോട് തന്നെ പറയണം. അവിടുത്തെ നാമങ്ങൾ നിരന്തരം ചൊല്ലിക്കൊണ്ടും ആ സച്ചിദാനന്ദ സ്വരൂപത്തെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടും അതേപോലെ തന്നെ അവിടുത്തെ ആ മഹത്വം, ഗുണങ്ങൾ, കഥകളും പറഞ്ഞുകൊണ്ടും പരമാനന്ദ സമുദ്രത്തിലങ്ങനെ മുഴുകി സഞ്ചരിക്കുന്ന അനവധി ഭക്തന്മാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഭക്തന്മാർ അവിടുത്തെ ആ വപുസിൽ തന്നെ എന്തെന്നില്ലാത്ത ആനന്ദത്തോടെ ഏത് സമയത്തും രമിച്ചുകൊണ്ടിരിക്കണു. ഗുരുവായൂരപ്പ, അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവന്മാരായിട്ട് വിചാരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കരുതണുള്ളൂ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ആനന്ദത്തോടെ എപ്പോഴും മുഴുകിക്കൊണ്ട് വേറെ ഒരു ചിന്തയില്ലാണ്ട് അവിടത്തെ ആ വപസ്സിൽ മുഴുകിക്കൊണ്ട് ആനന്ദത്തോടെ മറ്റൊരാഗ്രഹങ്ങളും ഇല്ലാണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യം എന്താ വേണ്ടത്? വേറൊന്നും ആഗ്രഹിക്കാനില്ല എന്നർത്ഥം. ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള ഒരു ഭക്തി തന്നെയാണ് അടിയനും ഈയുള്ളവനും ആഗ്രഹിക്കുന്നത്. അവിടുത്തെ ആ പാദാരവിന്ദങ്ങളെ എപ്പോഴും സ്മരിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും നാമങ്ങളെ കീർത്തിച്ചുകൊണ്ടും ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും, എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ സച്ചിദാനന്ദ സ്വരൂപിയായിട്ടുള്ള അവിടുത്തെ ആ വപുസ്സിൽ അങ്ങനെ മുങ്ങിപ്പൊങ്ങി അത്തരത്തിലുള്ള ഒരു ഭക്തനാവാനാണ് അടിയൻ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ ഈ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് വർണ്ണിച്ചു. അതിനുശേഷം അടുത്ത ശ്ലോകത്തിൽ മേൽപ്പത്തൂര് ഒരു ആവലാതിയായിട്ട് പറയണോ ചെയ്യണത് ഗുരുവായൂരപ്പനോട്. മനസ്സിനും
ശരീരത്തിനും ക്ലേശങ്ങൾ അനുഭവിക്കണു. ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനിൽ കാരുണ്യം ചൊരിഞ്ഞ്, കരുണാമൂർത്തിയായ അവിടുന്ന് അടിയനിൽ കാരുണ്യം ചൊരിഞ്ഞ് അടിയൻ്റെ ഈ മനസ്സിൻ്റെയും പ്രത്യേകിച്ച് ശരീരത്തിൻ്റെയും ഈ ക്ലേശങ്ങൾ മാറ്റിത്തന്ന് അനുഗ്രഹിക്കില്ലേ? രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണല്ലോ അവിടുത്തെ ഉപാസിക്കാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അടിയൻ്റെ ഈ മനസ്സിൻ്റെയും പ്രത്യേകിച്ച് ശരീരത്തിൻ്റെയും രോഗശാന്തി നൽകി അനുഗ്രഹിക്കില്ലേ എന്നൊരു ആവലാതി രൂപത്തിൽ ഗുരുവായൂരപ്പനോട് പറയുകയാണ് ചെയ്യണത് അടുത്ത ശ്ലോകത്തിൽ. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി പദ വിഷ്ണോ കുരുദയം ഭവൽപാദാംഭോജ സ്മരണരസികോ നാമനിവഹാനഹം ഗായം ഗായം ഗുഹജന ഇവത്സ്യാമി വിജനേ. ഗുരുവായൂരപ്പ, രോഗങ്ങളെക്കൊണ്ട് ക്ലേശം അനുഭവിക്കുന്നുണ്ടടിയൻ. അങ്ങനെ ആ രോഗങ്ങളെക്കൊണ്ട് ക്ലേശങ്ങൾ അനുഭവിച്ച് വേദന അനുഭവിക്കുന്ന മനസ്സ്, അതുകൊണ്ട് അവിടുത്തെ ആ പാതാരവിന്ദങ്ങളെ ഭജിച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിക്കാൻ പോലും ഇതാ ഇപ്പോൾ സാധിക്കാതെ വന്നിരിക്കുന്നു, ആസക്തി ഇല്ലാണ്ട് വന്നിരിക്കുന്നു. ഗുരുവായൂരപ്പ, അവിടുത്തെ ആശ്രയിക്കുന്ന എത്ര 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 ഭക്തന്മാരെയാണ് അവിടുന്ന് അനുഗ്രഹിച്ച് എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നത്. ആ നരഹരിയായിട്ട് അവതരിച്ച് പ്രഹ്ലാദൻ്റെ മുമ്പിൽ ഭഗവാൻ അവിടുന്ന് ആ നരഹരിയുടെ രൂപം സ്വീകരിച്ച് വന്നിട്ട് പ്രഹ്ലാദനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, എന്തു വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന്. പ്രഹ്ലാദ ഭദ്രഭദ്രം തേ പ്രീതോം തേ സുരോത്തമ വരം വൃണീഷ്വാഭിമതം കാമപൂരോസ്മ്യഹം നൃണാം. പ്രഹ്ലാദ, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാൻ തയ്യാറായിട്ടാണ് ഉണ്ണിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം എൻ്റെ ഭക്തന്മാർ എന്നെ ആശ്രയിക്കുന്ന, എൻ്റെ പാതാരവിന്ദങ്ങളെ പ്രേമഭക്തിയോടുകൂടി നിർഗുണഭക്തിയോടുകൂടി ആശ്രയിക്കുന്ന എൻ്റെ ഭക്തന്മാർക്ക് എന്ത് കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. അതാണ് വരം വൃണീഷ്വാഭിമതം കാമപൂരോസ്മ്യഹം നൃണാം. അതെൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് പ്രഹ്ലാദ, എന്തു വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് അവിടുന്ന് ആ നരഹരി രൂപിയായിട്ട് അവതരിച്ച് പ്രഹ്ലാദനോട് പറഞ്ഞില്ലേ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അടിയൻ്റെ ഈ ഒരു ചെറിയ അഭീഷ്ടം അവിടത്തേക്ക് സാധിപ്പിച്ചു തരാൻ യാതൊരു വിഷമവുമില്ല എന്ന് അടിയനറിയാം. അടിയൻ്റെ ഈ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ക്ലേശങ്ങൾ അതിനൊരു നിവൃത്തി ഉണ്ടാക്കി തന്ന് അവിടുത്തെ പാതാരവിന്ദങ്ങളെ ഭജിക്കാനുള്ള ഒരു ഭാഗ്യം അവിടുന്ന് അനുഗ്രഹിച്ച് തരണേ തരണേ എന്നിങ്ങനെ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണം. അല്ല, ഇനിയിപ്പോൾ അതിന് സാധിക്കാനില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ തിരുനാമങ്ങൾ നിരന്തരം പാടിക്കൊണ്ട് അവിടുത്തെ രൂപത്തെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ വല്ല ദിക്കിലും പോയിരുന്ന് ഏതോ ദൂരെ എവിടെയെങ്കിലും പോയിരുന്ന് അവിടുത്തെ ധ്യാനിക്കണോ, അവിടുത്തെ സ്മരിക്കണോ? അടിയന് മോഹം അവിടുത്തെ ആ പാതാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും നാമം ജപിച്ചുകൊണ്ടൊക്കെ ഇവിടെ ഉപാസിക്കണം എന്നാണ്. അതിന് കഴിയില്ലെങ്കിൽ, അവിടുന്ന് കാരുണ്യം കാട്ടണില്ലെങ്കിൽ അവിടുത്തെ നാമങ്ങൾ ജപിച്ചുകൊണ്ടും രൂപത്തെ ധ്യാനിച്ചുകൊണ്ടും വേറെ വല്ല ദൂരസ്ഥലത്ത് പോയിരുന്ന് അവിടുത്തെ സ്മരിക്കണോ, ഉപാസിക്കണോ എന്നിങ്ങനെ ഒരു ആവലാതിയായിട്ട് ഭഗവൽ പാദാംഭോജസ്മരണരസികോ നാമനിവഹാനഹം ഗായം ഗായം ഘോജന ഇവത്സ്യാമി വിജനേ. വിജനമായ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ടിരുന്ന്
അവിടുത്തെ ധ്യാനിക്കേണ്ട ഒരു ഗതി അടിയന് ഉണ്ടാവുമോ എൻ്റെ ഗുരുവായൂരപ്പ എന്നിങ്ങനെ ഒരു ആവലാതിയുടെ രൂപത്തിൽ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥനാരൂപത്തിൽ ചോദിക്കുകയാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ. ഇനി ഇതാ അടുത്ത 2 ശ്ലോകത്തിലും ഗുരുവായൂരപ്പനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക തന്നെയാണ്. എന്നിട്ട് അനവധി യോഗീശ്വരന്മാർ, നാരദാദി ഋഷീശ്വരന്മാർ അവിടുത്തെ ഏത് വിധത്തിലാണ് ഉപാസിച്ചുകൊണ്ട് ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് എന്നൊക്കെ ചില ഋഷീശ്വരന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് ഉദാഹരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്കിവിടെ നിർത്താം. ബാക്കിയുള്ള ഭാഗങ്ങൾ നാളെ നമുക്ക് സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.